അഹിംസയുടെ അശാന്തതയാണ് ലോകത്തെങ്ങും. തോക്കുകൾ കൊണ്ടുള്ള കീഴ്പ്പെടുത്തലുകളെക്കാളും ആശയങ്ങൾ കൊണ്ടുള്ള കീഴ്പ്പെടുത്തലുകളാണ് ഉണ്ടാകേണ്ടത്. സംഗീത സാന്ദ്രമായ ജീവിതങ്ങൾ അഹിംസയുടെ അടയാളങ്ങളാണ്. ഈ അടയാളപ്പെടുത്തലുകൾ സംഗീതത്തിനെ കൂടുതൽ ഉയർത്തുന്നു. സംഗീത സാന്ദ്രമായ കുരുന്ന പ്രതിഭകളുടെ അതുല്യ വേദിയായ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 ഈ വേദിയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. മധുരമായ ഗാനങ്ങൾക്കൊപ്പം Happy Jam Sauces Pickles Kuttipatturumal Season 2 powered by Beauty Mark Gold and celebrated by Maria's Pickles. Happy Jam Sauces Pickles Kuttipatturumal Season 2 powered by Beauty Mark Gold and celebrated by Maria's Pickles. വിജയികൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് മാത്രമല്ല, ഇത് എത്ര കേട്ടാലും ഞങ്ങൾക്കും ഒരു സന്തോഷം തന്നെയാണ്. സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജഡ്ജസ് ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ടിപ്സ് നൽകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അവർ ഓൾ സെറ്റ് ആണ്. ഓൾ സെറ്റ് അല്ലേ ജഡ്ജസ്? സോ ലെറ്റ്സ് വെൽക്കം ദം. സജില, ഫിറോസിക, ഷബ്നം. റിഹേഴ്സൽ ടൈമിലും ഓൺ സ്റ്റേജിലും നമ്മുടെ കണ്ടസ്റ്റൻസിന് ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ എങ്ങനെ നമ്മൾ ക്ഷണിക്കാതിരിക്കുക അല്ലേ? നമ്മുടെ എൻറ്റയർ ഓർക്കസ്ട്ര ടീമിന് ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Happy Jam Sauces Pickles Kuttipatturumal Season 2 powered by Beauty Mark Gold and celebrated by Maria's Pickles. ഈ വേദിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട സൽക്കാരം റൗണ്ടാണ് അടുത്തത്. സൽക്കാരം റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ഹാഷിം. ഹാഷിം, എന്തൊക്കെയാണ് സൽക്കാരം റൗണ്ടിലെ വിഭവങ്ങൾ? പൈനാപ്പിൾ ലഡു. പൈനാപ്പിൾ കൊണ്ട് ലഡുവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? കൊള്ളാലോ. ഇത് എവിടത്തെയാ? ഇത് മൂവാറ്റുപുഴ, അവിടുത്തെ എറണാകുളം സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടോ? ഇതൊക്കെ ബേക്കറി കിട്ടുമോ? ഇല്ല, അത് പറഞ്ഞുണ്ടാക്കിച്ചതാ. പറഞ്ഞു ചെയ്യിപ്പിച്ചതാ അല്ലേ? നിങ്ങൾ ഉണ്ടാക്കിപ്പിച്ചതാ? ഓ, വീടുകളിൽ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ. ഓ, വെരി ഗുഡ്. പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? പിന്നെ കാഷ്നട്ട്, അലുവ. അലുവ ഒക്കെ ഉണ്ടല്ലേ? അലുവ പല നിറത്തിലുള്ളതൊക്കെ ഉണ്ടോ? നേരത്തെ ആരോ പാടുന്നതായിരുന്നു മഞ്ഞയും പച്ചയും ചുമപ്പും കറുപ്പും ഒക്കെ ഉണ്ടെന്ന്. പല നിറത്തിലുള്ളതൊക്കെ ഉണ്ടാവോ? അതേ ഒറ്റ നിറത്തിലുള്ളത്? ഒരെണ്ണം മതിയില്ലേ? എല്ലാത്തിനുള്ളത് ഈക്വൽ ആവും. എന്തായാലും നല്ലോണം പെർഫോം ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരനു വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം. പുത്തൻ തലമുറ കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരനു വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം. പശുവിൻ പാലിൽ കുങ്കുമപ്പൂവും ബദാം പരിപ്പും ചേർത്ത് കാച്ചിക്കുറുക്കിയ പാലും തേനും പലഹാരം കൂമ്പാരം. തണുപ്പിച്ച ജ്യൂസും മാംഗോ ഷേക്കും. തണുപ്പിച്ച ജ്യൂസും മാംഗോ ഷേക്കും സൽക്കാര സമയത്ത് തിരക്കിട്ട് കഴിച്ചപ്പോൾ അങ്കലാപ്പിലായി പുതുമാരൻ. പുത്തൻ തലമുറ കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരന് വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം.
വീട്ടിലുള്ളൊരു സൽക്കാരം പിരിശത്താലുടൻ മരുമോനിക്കായി ബിരിയാണി താലം തുറന്നല്ലോ. മട്ടനും ചിക്കനും ചെമ്മീനും താറാവും മട്ടത്തിൽ പലതരം ബിരിയാണി. ആ മട്ടത്തിൽ പലതരം ബിരിയാണി. നെയ്ച്ചോറ് വേറെ അപ്പങ്ങളേറെ, നെയ്ച്ചോറ് വേറെ അപ്പങ്ങളേറെ, ഇറച്ചി പൊരിച്ചതും വെച്ചതും വേറെ, മരുമോനെ തീറ്റിച്ച പുന്നാരമായി. പുത്തൻ തലമുറ കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരനു വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം. പലതരം ബിരിയാണി ഒറ്റയടിക്ക് പള്ളയിലാക്കിയ മാരൻ. ആപ്പിള് മുന്തിരി ഓറഞ്ച് മാതള മൽഗോവ മാമ്പഴ കനിയേറെ. ആ മൽഗോവ മാമ്പഴ കനിയേറെ. മാരന്റെ പള്ളയിൽ അറബന മുട്ടും ഒപ്പന പാട്ടും തിരുതകൃതി. ആരോരും അറിയാതെ പുതുമണവാളൻ അടക്കത്തിൽ മറപ്പുരയ്ക്കകത്തായി. ആ അടക്കത്തിൽ മറപ്പുരയ്ക്കകത്തായി. കല്യാണരാവിൽ കൊല്ലാപ്പിലായി. കല്യാണരാവിൽ കൊല്ലാപ്പിലായി. പിറ്റേന്നു മാരൻ കണ്ടൊരു കാഴ്ച, പിന്നെയും അറയ്ക്കുള്ളിൽ പലഹാരം. പുത്തൻ തലമുറ കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരനു വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം. പുത്തൻ തലമുറ കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരനു വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം. പുത്തൻ തലമുറ കല്യാണങ്ങൾ പുതിയൊരു സ്റ്റൈലായി മാറി. മാരനു വേണ്ടി അറയിലൊരുക്കി കൊതിയോറും പലഹാരം. കൊതിയോറും പലഹാരം, കൊതിയോറും പലഹാരം, കൊതിയോറും പലഹാരം, കൊതിയോറും പലഹാരം. ഹാഷിം, പൈനാപ്പിൾ ലഡു കലക്കിയിട്ടാ. താങ്ക് യു. ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഈ സൽക്കാരം റൗണ്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ഇത് മൂവാറ്റുപുഴ എറണാകുളം സൈഡിൽ നിന്ന് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ തലശ്ശേരിക്കാര് എതിർക്കും, സാരമില്ല. പാട്ടിന്റെ കാര്യം നമ്മുടെ ജഡ്ജസ് നമ്മളോട് പറയുന്നതായിരിക്കും. ചോദിക്കാം സജില. എനിക്കിതിൻ്റെ ടേസ്റ്റും ഉണ്ടേ, എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അടിക്കൊന്നുമില്ല കേട്ടോ, തലശ്ശേരിക്കാരി ആയതുകൊണ്ട് അടിക്കൊന്നുമില്ല. ഞാൻ സമ്മതിച്ചു. ഇത് സൂപ്പർ സാധനം, സൂപ്പറായിട്ടുണ്ട് എല്ലാം. ഇതും എനിക്കിഷ്ടമായി. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ശാലിനി പറഞ്ഞ പോലെ തന്നെ ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ സ്വീറ്റ്സിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്തായിരുന്നു ഹാഷിമിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ? എന്തായിരുന്നു ഇന്നത്തെ? നമ്മളെ സൽക്കരിച്ചിട്ട് വീഴ്ത്താനാണോ പാടി വീഴ്ത്താനാണോ? രണ്ടും. അതിലെങ്ങനെ വിജയിച്ചോ? എന്താ തോന്നുന്നേ? സൽക്കരിച്ച് അത് വിജയിച്ചു. ഏതില്? സൽക്കാരത്തില് വിജയിച്ചു. പാട്ടില് വിജയിച്ചോന്നറിയില്ല. അറിയില്ല. അതെന്താ അറിയാത്തെ? പാടിയില്ലേ? പാടി, പക്ഷേ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കണം. നന്നായി പാടി ഹാഷിം. നല്ലൊരു മൂഡുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പൊളിച്ചടക്കും എന്ന രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്ത ഹാഷിം. എന്നാലും കുറച്ചുകൂടെ ഒന്ന് പവർഫുള്ളായിട്ട് പാടാട്ടോ. പ്രത്യേകിച്ച് അനുപല്ലവി പോർഷൻ. എനിക്കൊന്ന് മോൻ്റെ വോയിസ് കുറച്ചുകൂടി നേരിയതാണ് അല്ലേ? പക്ഷെ അതൊരു കേൾക്കാൻ നല്ല രസമാണ് മറ്റുള്ള മെലഡി സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് പവർ കൊടുത്തിട്ട് അനുപല്ലവി ആ പോർഷൻസ് ഒക്കെ ഒന്ന് പാടാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പാട്ട് നല്ലൊരു പുതുമയുള്ള പാട്ട്. ഇത് ആരുടെ പാട്ടാന്ന് അറിയോ മോന്? ഇശൽ മർഹബില് റഷീദ് മാഷ് പാടിയത്. ആ ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു പുതുമയുണ്ട് ഈ പാട്ടിൽ. ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്. നല്ല ടെമ്പോ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്ത് തലമുറയാ പറഞ്ഞേ? ലാസ്റ്റ് എന്തോ ഒരു തലമുറ പറഞ്ഞല്ലോ. 10. എന്ത് 10? എന്ത് പെട്ടെന്ന് എടുത്തപ്പോ 10. എന്തോ ഒരു തലമുറ പാടി ലാസ്റ്റ്. എന്തായാലും കുഴപ്പമില്ല. അത് അത്ര തെറ്റിയത് മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഒരു രസം ഉണ്ടായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ കേട്ടോ. എന്തായാലും ഇതിനൊന്നുകൂടെ താങ്ക്സ് പറയുന്നു. താങ്ക് യു സജില. ഫിറോസിക്ക.
ഇത് നന്നായി എന്ന് പറഞ്ഞല്ലോ. ആ. ഇതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയട്ടെ, നിനക്കറിയുന്ന ഒരു രഹസ്യം, നമുക്കറിയുന്നത്. ഇതിൻ്റെ കൃഷിയില്ലേ മൂവാറ്റുപുഴയിൽ ഒരുപാട് ആ അല്ലേ? ഉണ്ട്. ആ അത് തന്നെ ഇതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും നല്ല പൈനാപ്പിൾ ലഡു മൂവാറ്റുപുഴയിൽ ഉണ്ടാവുന്നത്. ഉറപ്പാ അല്ലേ? അതിൻ്റെ കാരണവും എനിക്കറിയാം. കാരണം റഷീദ് ഇത് ട്യൂൺ ചെയ്ത റഷീദ് മാഷ് ഞങ്ങളുടെ ഒരു സ്വന്തം ആളാണ്. ഇത് കൊച്ചിൻ മൂസാബായിയുടെ വരികളാണ്. റഷീദ് ട്യൂൺ ചെയ്ത് റഷീദ് തന്നെ പാടിയതാണ്. റഷീദ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെയൊക്കെ ഭാഗത്തേക്ക് വരുമ്പോൾ കൃഷി ചെയ്ത പൈനാപ്പിൾ ഒരുപാട് കൊണ്ടുവരാറുണ്ട്. എനിക്കറിയാം. ആ നാട്ടിൽ നിന്ന് പൈനാപ്പിൾ ലഡു കൊണ്ടുവന്നു. അസാധ്യമായിരുന്നു. ലഡുവിന് നല്ല മധുരം, പാട്ട് അതിമധുരമായിരുന്നു. നന്നായി പാടി കേട്ടോ മോന്, എല്ലാ ഭാഗങ്ങളും നന്നായി പാടി. ഇത് പുത്തൻ തലമുറ കല്യാണമാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ? അപ്പോൾ ഒരു യോയോ കാവായിരുന്നു വേണമെങ്കിൽ, നേരത്തെ പറഞ്ഞ കളി. പുത്തൻ തലമുറ കല്യാണം പുതിയൊരു സ്റ്റൈലായി മാറി അല്ലേ? എന്നിട്ട് കുറേ അവിടെ പറയേണ്ട കുറേ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് ആദ്യം പറയുന്നതൊക്കെ അല്ലേ? എന്തൊക്കെയാണ്? തണുപ്പിച്ച ജ്യൂസും മാംഗോ ഷേക്ക്. എന്താ മാംഗോ ഷേക്ക്? ഒന്ന് പറയും. എന്താ മാംഗോ ഷേക്ക്? ഗൾഫിലെ ഷെയ്ക്കാണോ ഉദ്ദേശിച്ചത്? അല്ല, കുടിക്കണ ഷേക്ക്. ആ നന്നായി പാടി മോനെ. എല്ലാ സ്ഥലങ്ങളും നന്നായി പാടി. അവസാനം 10 പോയി അല്ലേ? മനോഹരമായിട്ട് പാടി. ഇത് ഞങ്ങൾ വേറെ ഇതിൻ്റെ എലമെൻസ് ഒന്നും എടുത്ത് വിലയിരുത്തുന്നൊന്നുമില്ല ഞങ്ങൾ ആരും കേട്ടോ. സൽക്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനെ പോകുന്നു. നല്ല രസമായിട്ട് നല്ല പലഹാരങ്ങൾ തന്നു. പിന്നെ നല്ല അടിപൊളിയായിട്ട് പാടി. കോറസ് ആ തരരിരരാരി ഹേ ഹേ എന്ന് പറഞ്ഞില്ലേ, അവിടെ എനിക്കൊരു പഞ്ചാബി ഫീൽ കിട്ടി. ഒരു ദലർമേന്തിയുടെ പാട്ടൊക്കെ കേൾക്കുന്ന ഒരു സുഖം. അത് ഭയങ്കര രസമുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അത് വേണമെങ്കിൽ അവസാനം അതിങ്ങനെ പറഞ്ഞു പോവായിരുന്നു അവർക്ക്. എന്നാലും അവർ നന്നായി മോനെ സപ്പോർട്ട് ചെയ്തു. ഹാഷിം നന്നായി പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം? അടിച്ചു പൊളിച്ചു. താങ്ക് യു. നന്നായിട്ട് പാടി. ഈ എന്താണ് പൈനാപ്പിൾ ലഡുവിൻ്റെ പോലെ തന്നെ ആയിരുന്നു, സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. പിന്നെ മോൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അതാണ് എനിക്കൊരു കുറച്ച് ഇതായിട്ട് തോന്നിയത്. കാര്യം ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലാണല്ലോ ഹാഷിം എപ്പോഴും. അപ്പോൾ അതൊന്ന് ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ കുറച്ചൊരു ബോഡി ലാംഗ്വേജിൽ കുറച്ചൊരു ഡിഫറൻസ് ആവാം. ഹാഷിമിന് തന്നെ അത് മനസ്സിലായില്ലേ? കുറച്ച് എന്താണ് ഹാഷിം മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഹാഷിം സ്വന്തമായിട്ട് എൻജോയ് ചെയ്തിട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അങ്ങനെ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന പോലെയാണ്. എന്തോ ഒരു മടി പോലെ. അതൊന്ന് മാറ്റിയാൽ നന്നായിരിക്കും മോനെ. കാര്യം പാട്ട് അത്രത്തോളം നന്നായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു എലമെൻറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ ഒരു ഭയങ്കര ഒരു നല്ല വലിയ പെർഫോമൻസ് ആയിരുന്നു. അതിന് കോറേജൊക്കെ നന്നായിട്ട് മോനെ സപ്പോർട്ട് ചെയ്തു. മോൻ്റെ ഒരു വോയിസ് കൾച്ചർ ഡേ ബൈ ഡേ ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരികയാണ്. അതിൽ ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. ഇപ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം ഇങ്ങനത്തെ സോങ്സിന് മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. അപ്പോൾ ഹാഷിം അടുത്ത തവണ വരുമ്പോൾ കൃഷി ചെയ്ത കുറേ പൈനാപ്പിളുമായിട്ട് പോന്നോളൂ കേട്ടോ. കൃഷിയുണ്ടോ പൈനാപ്പിളിൻ്റെ വീട്ടിൽ? ഇല്ല. ആ സൈഡിൽ അടുത്ത വീട്ടിലുള്ള എവിടെയെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പം ധൈര്യമായിട്ട് കൊണ്ടുവരാം. അപ്പം അടുത്ത തവണ കുറേ പൈനാപ്പിൾ കൊണ്ടുവരും കേട്ടാ. തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. പിന്നെ കുറേ അമ്മായിമാരും വരുന്നില്ലേ? അപ്പം നമുക്ക് അവരെ കൊണ്ട് പൈനാപ്പിൾ ലഡു ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് നമുക്ക് മാർക്സ് ചോദിക്കാം. സജില? ഹാഷിമിന് 29. 29 out of 30. ഫിറോസിക്ക? ഹാഷിമിന് 39. 39 out of 40. ആൻഡ് ഷബ്നം? 29.5. 29.5 out of 30. അപ്പോൾ ഹാഷിമിന് കിട്ടുന്ന ടോട്ടൽ 97.5 out of 100. ഹാഷിം നല്ല ഉഗ്രൻ പൈനാപ്പിൾ ലഡു ഒക്കെ കൊണ്ടുവന്നല്ലേ? അപ്പോൾ ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ. റിഹാസ് വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന ഒരു സമ്മാനം. താങ്ക് യു. അടുത്ത നമ്മുടെ പെർഫോമൻസ് അസ്നയുടെയാണ് സിനിമ റൗണ്ടിൽ. ലെറ്റ്സ് വെൽക്കം ഹർ. അസ്ന, പൊക്കം കുറച്ച് കൂടിയോ? എന്നേലും പൊക്കായില്ലോ ഇപ്പോ. ഇനി ഞാൻ ഹീലിട്ടത് കുറച്ചു പോയതാണോ? അത് നീ ഹീലിട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? നല്ല സുന്ദരിയായിട്ടുണ്ട് എന്തായാലും. തട്ടമൊക്കെ ഇട്ട്. പക്ഷെ ഈ കണ്ണടിയും കൂടി ഇട്ടപ്പോഴത്തേക്കും കുറച്ചുകൂടി ക്യൂട്ടായില്ലേ? എന്തായാലും സിനിമ റൗണ്ടാണ്. ഏത് പാട്ടാണ് പെർഫോം ചെയ്യണത്? വെളുക്കുമ്പോ കുളിക്കുവാൻ. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അസ്നക്കുട്ടി നല്ലോണം പെർഫോം ചെയ്യുന്നല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിനു മധുവാണ്, കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിനു മധുവാണ്. ഇന്ന് കാരക്കാരെ നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിനു കുളിരാണ്, എൻ്റെ കരളിനു കുളിരാണ്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് വളർന്നതും ഒരുത്തനും അറിയില്ല, ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് വളർന്നതും ഒരുത്തനും അറിയില്ല. എന്നാലും ഒഴുകുമിയാറ്റിലെ ഓളങ്ങൾ കന്നെത്തി ഒരുപാട് കഥയറിയാം, ഈ ഓളങ്ങൾ കന്നെത്തി ഒരുപാട് കഥയറിയാം. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. അരളിപ്പൂ മരച്ചോട്ടിൽ ആറ്റിലെ മണലിൽ നാം കളിപ്പുര വെച്ചില്ലേ, അരളിപ്പൂ മരച്ചോട്ടിൽ ആറ്റിലെ മണലിൽ നാം കളിപ്പുര വെച്ചില്ലേ. പണ്ട് കരിഞ്ചിരയരിഞ്ഞിട്ട് കണ്ണൻ ചിരട്ടയിൽ ബിരിയാണി വെച്ചില്ലേ, നമ്മള് ബിരിയാണി വെച്ചില്ലേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. കളിയാട് സമയത്ത് മറ്റാര് കാണാതെ കാനേത്ത് കഴിച്ചില്ലേ, കളിയാട് സമയത്ത് മറ്റാര് കാണാതെ കാനേത്ത് കഴിച്ചില്ലേ. ചെറുപുതുക്ക പെണ്ണുങ്ങൾ വന്ന് പൂത്തിലഞ്ഞി പൂക്കൾ കൊണ്ട് പതക്കങ്ങൾ അണിയിച്ചില്ലേ, ഇന്നീ പതക്കങ്ങൾ അണിയിച്ചില്ലേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ.
കേൾക്കാൻ നല്ല മനോഹരമായ ഒരു ഗാനമാണ് അസ്ന എടുത്തത്. താങ്ക് യു. അസ്ന നല്ലോണം പാടിയെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാതൊക്കെ പാടാൻ പറ്റിയില്ലേ? അസ്ന സ്റ്റേജ് വരുമ്പോൾ ഭയങ്കര സൈലന്റ് ആയി പോണല്ലോ, എന്താ അത്? ഒരു പാടുമ്പോ ഇല്ല, പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ്. എന്നെ പേടിച്ചിട്ടൊന്നുമല്ലല്ലോ എന്തായാലും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല അസ്നയ്ക്ക്. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. മാർക്സിൽ അതിനു മുമ്പ് കമന്റ്സ്. ഞാൻ ആദ്യമേ മാർക്സിലേക്കൊക്കെ പോവാ. അസ്നയുടെ ജഡ്ജസ് ഫിറോസിക്ക. അസ്ന എന്തോ എന്തൊക്കെയാണ്? സുഖല്ലേ? ആലപ്പുഴയിലെ ഒരു ജൂനിയർ ഡാഷ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും പിന്നെ പാട്ട് കേട്ട് പറഞ്ഞോ? ആരെന്ന് ഞാൻ പറയുന്നില്ല. ആയിഷത്തയുടെ പാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ റംലത്തയ്ക്കും ആയിഷത്തയ്ക്കും ശേഷം വരുന്ന നല്ലൊരു പാട്ടുകാരിന്ന്. അങ്ങനത്തെ കോംപ്ലിമെൻ്റ് ഒക്കെ നാട്ടിൽ നിന്ന് കിട്ടിയോ? അതോ കോംപ്ലിമെൻ്റ് ഇല്ലേ നാട്ടിൽ? ഉണ്ട്. പറയൂ കുട്ടി, ഒന്ന് പറയുന്നേ. ഉണ്ട്. കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടുന്നില്ലേ? ആ, നന്നായി പാടി കഴിഞ്ഞ പാട്ടൊക്കെ കേട്ടോ. ആ, ഇത് വളരെ പ്രശസ്തമായ പാട്ടാണ് മോളെ കേട്ടോ. വളരെ പ്രശസ്തമായ പാട്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്കുപ്പായം എന്ന് പറയുന്നത് സിനിമാ ചരിത്രത്തിൽ, മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രത്തിൽ, മാപ്പിള സിനിമകളുടെ ചരിത്രത്തിൽ ഒരുപാട് പാട്ടുകൾ, പാട്ടുകൊണ്ട് സിനിമ നിന്നോ എങ്ങനെയാ പറയാൻ പറ്റില്ല. അത് എത്ര പാട്ടുകളാണ്. അതിലെ പാട്ടുകൾ പറഞ്ഞ് പാടി പോവുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അതിന് വേണം. അത്ര പാട്ടുകൾ. ഭാസ്കര മാഷയുടെ മികവാർന്ന വരികൾ, ബാബുക്കയുടെ ഈണം, പല പാട്ടുകാരെ കൊണ്ട് ഈ സിനിമയിൽ പാടിച്ചു. ഈ പാട്ട് പാടിയത് AP കോമള ചേച്ചിയാണ്. കോമള ചേച്ചി മനോഹരമായിട്ട് പാടി. ആ ഒരു മുസ്ലിം സ്ലാങ്. ഈ രംഗത്താരാന്നറിയോ മോള് ഇതിൻ്റെ വിഷ്വലിട്ട് കണ്ടോ? ആരാണ്? ഷീലാമ്മ അല്ലേ? ഷീലാമ്മ ഇങ്ങനെ മുണ്ട് തിരിച്ചിട്ട് ഒരു ഓട്ടമാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ വിഷ്വൽ ഇങ്ങനെ ഓരോ അനുപല്ലവി കഴിയുമ്പോഴും എന്നിട്ട് സാധനം പോകും. അന്ന് സിനിമ എങ്ങനെയാണ്? അതിങ്ങനെ കഴിഞ്ഞിട്ട് ആ വേറൊരു ലൊക്കേഷൻ കാണിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരു അനുപല്ലവി കഴിഞ്ഞ് ആ മുണ്ട് ഇങ്ങനെ തിരിച്ചു അങ്ങനെ ആ സിനിമ ഒക്കെ ഓർമ്മയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മോള് പിന്നെ അസാധ്യമായൊരു പാട്ടെടുത്തു. പിന്നെ മോള് രണ്ടാമത്തെ അനുപല്ലവിയും 4 അനുപല്ലവി അല്ലേ, 2, 3 ചേർത്താ മോളെ പാടുന്നത്. അവിടെ വെളുക്കുമ്പോൾ കുളിക്കുവാനില്ല. മോള് ലൈവാണോ കേട്ടത്? ഒറിജിനൽ കേട്ട് അത് കഴിഞ്ഞിട്ട് CD-യിൽ വെളുക്കുമ്പം വേറെ ഉണ്ടായിരുന്നു. അതാര് പാടിയത് കേട്ടു? സിബില ചേച്ചി. സിബില ചേച്ചി പാടിയത് കേട്ടു. അത് ചിലപ്പോൾ ലൈവിന് വേണ്ടി അങ്ങനെ ചെയ്തായിരിക്കും. പക്ഷേ മറ്റേതാണൊരു സുഖമെന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ സ്പീഡായിരുന്നു. അതുകൊണ്ട് ഓളങ്ങൾക്കന്നത്തെ ഒരുപാട് കഥയറിയാം. കഴിഞ്ഞാൽ എന്നൊരു ലിങ്ക് വെച്ചിട്ട് അരളിപ്പൂമരച്ചോട്ടിൽ അങ്ങനെയാണ്. അവിടെ അത്രയേ ഉള്ളൂ. ഒരു ലിങ്ക് വെച്ചിട്ട്, ഒരു ഓബോ ഫ്ലൂട്ട് ലിങ്ക് വെച്ചിട്ട് നേരെ ചേർത്ത് പാടുകയാണ്. അരളിപ്പൂമരച്ചോട്ടിൽ ആറ്റിലെ മണലിന. പിന്നെ വിളിക്കുമ്പോൾ പാടിയിട്ട് 4ാമത്തെ അനുപല്ലവിയും പാടുക. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. മോൾ നന്നായിട്ട് തന്നെ പാടി. മോൾ അത്ര സസ്റ്റെയിൻ ചെയ്യണ്ട ഓരോ എൻഡിലും. പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. അവിടെ അങ്ങനെ ഒരു സാധനമുണ്ട്. അതാണ് ആ ബേസിലേക്കാണ് ആ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുപോകുന്നത്. മോളപ്പോൾ നീ അത്രയും വേണ്ട കേട്ടോ. അപ്പോൾ പാട്ടിൻ്റെ ഒരു വേറൊരു മൂഡിലേക്ക് പോകുന്നു ഞങ്ങൾക്ക് അത് കേൾക്കും. മോളിനി പാടുമ്പോൾ അവിടെ കുറച്ച് സസ്റ്റെയിൻ മതി, ഒരുപാട് നേരം വേണ്ട. അപ്പോൾ ഇത് ഈ പറഞ്ഞതൊന്നും മൈനസ് അല്ല. ഇനിയുള്ള പാട്ടുകൾ നന്നാക്കാനുള്ള സൊല്യൂഷൻസ് ആണ് പറഞ്ഞത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായി തന്നെ പാടി. നല്ലൊരു പാട്ട് എടുത്തു കൊണ്ടുവന്നു. ഒരുപാട് താങ്ക്സ്. താങ്ക് യു ഫിറോസിക്ക. സജില. അസ്ന, എന്തോ നല്ല പാട്ടിന് പറ്റിയ കോസ്റ്റ്യൂം, നല്ല രസമുണ്ട്. പിന്നെ ഓരോ ഘട്ടം കഴിയുന്തോറും നല്ല ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ സിംഗിങ്ങിൽ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും കൂടുതൽ നല്ല പവർ വന്നിട്ടുണ്ട് സിംഗിങ്ങിൽ. അത് നല്ലൊരു കാര്യം. എനിക്ക് ഫിറോസ്ക പറഞ്ഞ ആ കാര്യം തന്നെയാണ് തോന്നിയത്. മോൾക്ക് ഈ പാട്ടിൽ ചെറിയ ചെറിയ ടച്ചസ് ആണ്, നല്ല കേൾക്കാൻ നല്ല സുഖമുള്ള ചെറിയ ടച്ചസ്. അത് ഈ പാട്ടിൽ മോള് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് മോൾക്ക് പറ്റുന്നത് പോലെ. പക്ഷേ ആ ഹൈയിൽ പോകുമ്പോൾ മാത്രമാണ് കുറച്ചൊന്ന് പ്രശ്നം തോന്നിയത്. മോള് പ്ലെയിൻ ആയിട്ടാണ് പാടുന്നത്. എനിക്കൊന്ന് ഭയങ്കര ഹൈയിൽ പാടുമ്പോഴും മോക്കത് ആ ഒരു ഫ്ലോയിൽ വന്ന് വീഴുന്നില്ല അല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മോളുടെ പ്രാക്ടീസ് കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ ഒന്ന് സംഗതികളൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യുക. നല്ല തൊണ്ടയാണ് മോളിൽ കേട്ടോ, നല്ല വോയിസ് ആണ്, നല്ല ഗെയിനുള്ള വോയിസ് ആണ്. പവർ ഇപ്രാവശ്യം കൊണ്ടുവന്നു. കഴിഞ്ഞ തവണത്തെ മിസ്റ്റേക്സ് ഒക്കെ മാറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെ ഓവറോൾ നന്നായിട്ട് വരും. ഓക്കെ, അപ്പം നന്നായി പാടില്ലേ അടുത്ത പ്രാവശ്യം? താങ്ക് യു സജില. ഷബ്നം. പാട്ട് നന്നായിട്ട് തന്നെ പാടി മോള്. പിന്നെ മോളെ സാധകം ചെയ്യുന്ന എത്ര നേരം ചെയ്യും ഒരു ദിവസം? ഒരു 1 hour ചെയ്യുമോ? ഓ, ഇത് വലിയ പാടാ ഫിറോസിക്ക, ഒരു രക്ഷയില്ല.
1 hour ചെയ്യുമോ മോള്? ഓ ശരി, ഞാൻ തോറ്റു. എന്തെങ്കിലും ഒന്ന് വർത്തമാനം പറയിക്കാന്ന് വെച്ച് നോക്കിയതാ. ഞാൻ പാട്ടിനെ പറ്റി പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോളെ പാട്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ, അതായത് കിന്നാരം പറഞ്ഞവനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോയിലൊക്കെ, അതായത് ഫിലിമിലൊക്കെ പാടുവാണെങ്കിൽ ആ ഒരു പോർഷനിലൊക്കെ കുറച്ചൊരു ഹസ്കി ടച്ച് കൊടുക്കണം വോയിസിന്. അപ്പോൾ ഫീല് കുറച്ചും കൂടെ കൂടും. നമ്മൾ പാടി വന്ന ഒരു വോയിസിലല്ലാതെ ലെവല് കുറച്ചിട്ട് ആ കിന്നാരം പറഞ്ഞവനെ എന്നുള്ളത് മാത്രം കുറച്ചൊരു ഈ എന്നുള്ള ഹസ്കി വോയിസിൽ പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. മോളുടെ നല്ല വോയിസൊക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മിണ്ടുന്നില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും വോയിസ് റെസ്റ്റിൻ്റെ കാര്യമൊന്നും അസ്നായിക്കില്ല. കാര്യം മിണ്ടാറേ ഇല്ല. അതെ, റെസ്റ്റാണ്, ഫുൾ ടൈം റെസ്റ്റാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ കുട്ടിപ്പട്ടുമാലിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോ ആരാധകരൊക്കെ തിരിച്ചറിയാറുണ്ടോ? അന്തം വിട്ടൊക്കെ എന്നെ നോക്കണു. ആരാധകരോ? ഫാൻസൊക്കെ ഉണ്ടോ അസ്നയ്ക്ക്? പാട്ട് കണ്ടിട്ട് നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. ആണോ? കുറെ പേരുണ്ട്. അവര് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. അടുത്ത തവണ പോയി സംസാരിക്കണം നല്ലോണം എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെയും പറയാറുണ്ട്. അപ്പൊ ഫാൻസിനെ നിരാശപ്പെടുത്തിക്കൊണ്ടാട്ടോ അസ്ന മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആവരുത്. അപ്പൊ നല്ലോണം സംസാരിച്ചു എങ്കിലേ ആരാധകർ കൂടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അസ്നയുടെ മാർക്സ് അറിയാം. ഞാനും ഒന്ന് മിണ്ടിക്കാൻ നോക്കിയതാ, പക്ഷെ പരാജയപ്പെട്ടു. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. സജില 29 out of 30. ഫിറോസിക്ക അസ്നയ്ക്ക് 38.5. 38.5 out of 40. And ഷബ്നം 29 out of 30. അസ്നയ്ക്ക് കിട്ടുന്ന ടോട്ടൽ 96.5 out of 100. എൻ്റെ അടുത്ത് എന്തെങ്കിലും മിണ്ടിയ എങ്കിൽ മാത്രമേ ഞാൻ ഈ പ്രൈസ് തരുള്ളൂ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? പാട്ട് പാടിയിട്ടല്ല. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേണ്ട, ഞാൻ തന്നെ പരാജയപ്പെടും. അതുകൊണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് തരുവാണ്. ചേലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. താങ്ക് യു. നമ്മുടെ അടുത്ത റൗണ്ട് സൽക്കാരം റൗണ്ടാണ്. സൽക്കാരം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഇർഫാൻ. ഇർഫാൻ ചേച്ചി, ഇർഫാനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്. കാരണം ഇന്ന് മേക്കപ്പ് റൂമിൽ ഇർഫാൻ എൻ്റെ അടുത്ത് പറയാ, ചേച്ചിനെ കാണാൻ ഏതോ ഒരു നടിയുടെ ചായ ഉണ്ടെന്ന്. വയ്യ. ഇപ്പൊ എല്ലാരും അവിടെ നിന്ന് പറയണ്ടോ, നടിയോ നടി അല്ലേ? അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ? ജഡ്ജസ് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? അത് പറഞ്ഞത് അതല്ല സത്യത്തിൽ. അല്ല. എന്തോന്ന് പറയാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അപ്പുറത്ത് ചായ ഉണ്ട്, അത് പറഞ്ഞതാണ്. ചായ ഉണ്ട്, കാപ്പിയുണ്ട് അപ്പുറത്ത് സെറ്റ് ഔട്ട്. പറ ഇർഫാൻ, ഏത് നടിയാന്നും കൂടി പറഞ്ഞു കൊടുക്ക്. റോമ ചേച്ചി. താങ്ക് യു. എന്തായാലും സൽക്കാരം റൗണ്ടാണ്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട റൗണ്ടാണ്. നല്ലോണം പെർഫോം ചെയ്തോളൂ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേക്കട്ടെ? അച്ചപ്പം, മൈസൂർ പാക്ക്, ഹായ്. പിന്നെ എന്തുവാ, മൈസൂറിനോണ്ടെന്നാണോ? അല്ല, മൈസൂർ ഇവിടുന്ന്. എവിടുന്നാ? അരിയുണ്ടേ. എല്ലാരും ചിരിക്കണു. എന്താണ് നിന്റെ മൈസൂർ പാക്ക് കേട്ടിട്ടാണോ? അല്ല അല്ലേ? അതും നോക്കണം. മോൻ തകർത്ത് പാടിക്കോട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സബിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി. അയലത്തെ വീട്ടുകാരും കുടുംബക്കാരും ക്ഷണം തട്ടി കളയാതെ വിരുന്നിനെത്തി. സബിതാന്റെ പുതുമാരൻ വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി.
നിരത്തി പള്ളക്കിടമില്ല സപിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി അനവധി വിഭവങ്ങൾ നിരനിരത്തി നിരനിരത്തി പൊരിച്ച കോഴി ഇലവെട്ടി വിളമ്പുന്നു പൊരുത്തമായി തലവെട്ടി നീറുത്തിട്ട് പൊരിച്ച കോഴി ഇലവെട്ടി വിളമ്പുന്നു പൊരുത്തമായി വിഭവങ്ങൾ ഇനിയൊന്നും ഒരുക്കാനില്ല കുറ്റങ്ങളൊന്നും വേറെ പറയാനില്ല സപിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി അനവധി വിഭവങ്ങൾ നിരനിരത്തി നിരനിരത്തി അയലത്തെ വീട്ടുകാരും കുടുംബക്കാരും ക്ഷണം തട്ടിക്കളയാതെ വിരുന്നിനെത്തി വിരുന്നിനെത്തി സപിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി അനവധി വിഭവങ്ങൾ നിരനിരത്തി നിരനിരത്തി. ഇർഫാൻ, സൽക്കാരം റൗണ്ടിൽ ഇർഫാൻ കൊണ്ടുവന്ന വിഭവങ്ങളിൽ ഇർഫാന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അച്ചപ്പം ഇഷ്ടം. അച്ചപ്പം ഇഷ്ടമാണ്. എന്നിട്ട് കഴിച്ചു നോക്കിയോ? ഓ, ഇതാരാ ഉണ്ടാക്കിയത്? ഇർഫാനാണോ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. ഫിറോസിക്ക. ഇർഫാൻ സർ. നന്നായി പാടി കേട്ടോ. താങ്ക് യു സർ. സൽക്കാരത്തിൻ്റെ നല്ലൊരു കളർ കൊണ്ടുവന്നു. ആ ഈ കൊണ്ടുവന്ന സാധനത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇതിൻ്റെ മൈസൂർ പാക്ക്. ഒന്ന് ഉഷാറാക്കി പറഞ്ഞതാ. ഒന്ന് മോശാവണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് ഉഷാറാക്കി പറഞ്ഞതാണ് മൈസൂർ പാക്ക്. മൈസൂർ പാക്കാണ് കേട്ടോ. കൊച്ചൊരു സ്റ്റൈലിട്ട് പറഞ്ഞതാ. മൈസൂർ പാക്ക്. ഓക്കെ, അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മോനെ നന്നായി പാടി. ഇതും പട്ടുറുമാലിലൂടെ പ്രശസ്തമായ സൽക്കാരപ്പാട്ടുകൾ പലതും. നേരത്തെ സജില ഒരു ഭാഗത്ത് പറഞ്ഞല്ലോ, സൽക്കാരം നമ്മുടെ ഞങ്ങളൊക്കെ പറഞ്ഞു പല പാട്ടുകളും ഇതിലൂടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. ഇത് അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പാട്ടാണ്. ഇശൽ മർഹബയിൽ ഈ പാട്ടിന് ഒരു അവകാശം പറയാനുള്ളത് അനീഷ് എന്ന പാട്ടുകാരനാണ്. ഇശൽ മർഹബയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. KP കുട്ടി വാക്കാട്, നമ്മുടെ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശ. കുട്ടിക്ക് എഴുതി ഈണമറിയോ? ഈ ഈണമാരതാന്ന് ബാബുക്ക് നാടകത്തിന് വേണ്ടി ഈണം കൊടുത്ത് പാടിയ പാട്ടാണ്. ബാബുക്ക് ഈണം കൊടുത്ത് പാടിയതാണ് PA കാസിമിൻ്റെ വരികൾക്ക്. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മണിമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ, അലങ്കാരത്തോടെ ബീവി ഉടുത്തൊരുങ്ങി, അതൃപ്പങ്ങൾ പറഞ്ഞാൽ അങ്ങോടുങ്ങയില്ല ഒടുങ്ങയില്ല. ഈ ഈണമാണ്. അപ്പോൾ മോനെ ഇത് സൽക്കാര പാട്ടിലേക്ക് വന്നപ്പോൾ വേണമെങ്കിൽ
ഞങ്ങൾക്കൊക്കെ തോന്നി ഒന്നുകൂടി ടെമ്പോ കൂടാമായിരുന്നു, വേണമെങ്കിൽ ഒന്നുകൂടി സ്പീഡ് വന്നിരുന്നെങ്കിൽ ഇത് ഒരു സാൽക്കാരിക പാട്ടായി മാറുമായിരുന്നു. കേട്ടോ, ഇപ്പോഴും പാട്ട് മോശമൊന്നല്ല, ഒന്നുകൂടി ടെമ്പോ വന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു സൽക്കാരത്തിൻ്റെ തകർപ്പൻ ഇത് വരുന്നു. പിന്നെ ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൽക്കാരം അവിടെ കൊണ്ടുവന്നു, രസമായിട്ട് കേട്ടോ. പിന്നെ പള്ളക്കിടമില്ല എന്ന് പാടിയില്ലേ? പള്ളക്കിടമില്ല, എന്താ പള്ള? പള്ള എന്താ? വയറ്. ആ, ഇതല്ല, കരണ്ടിന് വലിക്കുന്ന ആ വയറല്ല, ഈ വയറ്, ആ പള്ള. അപ്പോൾ ആ പള്ളക്കിടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാവം കൊണ്ടുവന്നില്ല മോന്? അതെങ്ങനെയാ പാടിയതൊന്ന് പാടിയേ? മുട്ടപ്പം മുട്ട സുറുക്ക പഞ്ചാരപ്പാറ്റ കൊതിയുണ്ട് തിന്നാനേറെ പള്ളക്കിടമില്ല. ഓ രസമായി. ബഹദൂർക്കൊക്കെ അഭിനയിച്ച് പാടുന്ന ഒരു മൂഡ് കിട്ടി എനിക്ക് അവിടെ, ആ മുഖഭാവമൊക്കെ. അതല്ല, അങ്ങനെയാണ് പാടുക മോനെ, അങ്ങനെയാണ് പാട്ടുകളെ മനസ്സിലാക്കി പാടുക എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ പെട്ടെന്ന് ആ ഒരു ഭാവം കൊണ്ടുവന്നത് മനോഹരമായിരുന്നു. പിന്നെ പ്ലാനുകൾ ഒരു രക്ഷയില്ല. പ്ലാനുകൾ ആ പാട്ടിലുള്ളതൊന്നൊക്കെ മറക്കുന്നു, വലിയാര കല്യാണമൊക്കെ മറക്കുന്നു ഞങ്ങൾ. ഭയങ്കരമായിട്ട് പാടി, എല്ലാ സ്ഥലങ്ങളും രസമായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജില? നല്ല പഞ്ചുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഇന്നത്തെ ഇർഫാൻ്റെ വോയിസ് കൾച്ചർ. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു, ഭയങ്കര ഡെപ്ത് കൊടുത്തിട്ട് പാടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇർഫാൻ്റെ സംസാരിക്കുമ്പോഴുള്ള സൗണ്ടല്ല പാടുമ്പോൾ അതിനെക്കാട്ടും ഗെയിൻ ഉണ്ട്. ഇർഫാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ നന്നായി പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ കുറച്ചും കൂടി എക്സ്പ്രസീവായിട്ട് പാടാൻ പറ്റും, സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാടുകയാണെങ്കിൽ കേട്ടോ. പിന്നെന്താ പറയുക, എപ്പോഴും ഇർഫാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ലിറിക് ക്ലാരിറ്റി, സംഗതികളാണെങ്കിലും ഫീലാണെങ്കിലും മോഡുലേഷൻ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല ബെസ്റ്റ് സിംഗറാണ് ഇർഫാൻ. പിന്നെന്താ പറയുക, നമ്മളുടെ കുറേ അപ്പങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ഈ അപ്പങ്ങൾക്കൊക്കെ ഇത്രക്കും സംഗതികൾ കൊടുക്കാൻ പറ്റുമെന്ന് ഇർഫാൻ തെളിയിച്ചു. പഞ്ചാര പാറ്റക്കൊക്കെ എന്താണ് സംഗതികൾ കൊടുത്തത്? ഭയങ്കരം. എന്താ പറയുക, ആ പഞ്ചാരപ്പാറ്റയ്ക്ക് കുറച്ചുകൂടെ പഞ്ചാര കൂടി മോൻ്റെ ആ സംഗതി കേട്ടപ്പോൾ. നന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്ഥലത്താൻ പറ്റുവാണ്, നന്നായി പാടുന്ന കുട്ടികളുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മളെടുത്ത് പറയും അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. ഒരു സ്ഥലത്താൻ പറ്റുവാണ് വോയിസിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നപ്പോൾ ഒരു സംഗതി സ്ലിപ്പായിപ്പോയി. ആ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അടിച്ചുപൊളിയായിരുന്നു. മൈസൂർ പാക്ക് ഇഷ്ടായി. താങ്ക് യു സജില. ഷബ്ന? ഇർഫാൻ ഞാനിവിടെ ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണ്, ഓർമ്മയുണ്ടോ? ഇല്ല, നേരത്തെ ഇട്ട പേരാണ്. എന്താ പൊറോട്ട നോക്കുന്നത്? ഇർഫാൻ എന്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പുറകോട്ട് നോക്കണം. ഞാൻ ഓർത്തിന് എന്തെങ്കിലും ഉണ്ടോ അവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ? മറന്നുപോയി, ഓർക്കുന്നില്ല. അവൻ ഓർത്ത് നോക്കിയതാ. ഞാൻ പറയാം, പ്രിൻസ് ഓഫ് തിങ്സ് എന്ന്. സംഗതികളുടെ രാജകുമാരൻ. ഇതിപ്പോൾ പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, ഈ അള്ളാഹു ഓരോരുത്തരുടെ നമ്മുടെയൊക്കെ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ്സ് തരുമല്ലോ. ചിലർക്ക് വോയിസ്, ചിലർക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നോ, ഇർഫാൻ തിങ്സ് കൊടുത്തേക്കാം, അങ്ങനെ തന്നതാണ്. അതുപോലെയാണ് ഈ സംഗതി തൊണ്ടേന്ന് വരുന്നത്. കണ്ണുവെട്ട് കേട്ടോ, സത്യമാണ്. ഞങ്ങളിവിടെ ഓരോ സംഗതികൾ പാടുമ്പോഴും ഇങ്ങനെ എന്തൊക്കെയാ ഇങ്ങനെ കാണിക്കുകയാണ്, ഈ ഓ എന്നൊക്കെ കാണിക്കുകയാണ്. അടിപൊളിയായിട്ട് പാടി മോനെ, നന്നായിട്ട് പാടി. എനിക്ക് പ്രത്യേകിച്ച് വോയിസിൽ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ, അതൊക്കെ ഭയങ്കരമാണ്. ചെറിയ ഒരു സ്ക്രാച്ച്, അതെന്താണെന്ന് എനിക്കറിയില്ല, സംസാരം കൂടുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ. അത് മാത്രമേ ഉള്ളൂ മോനെ, വേറെ എല്ലാം അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. അപ്പൊ സംഗതികളുടെ രാജകുമാര, എന്തൊക്കെ കമന്റ്സ് ആണ് കിട്ടിയത്. ഫിറോസിക്കൊക്കെ പറയണത് പ്ലാൻസ് ഒക്കെ രക്ഷയിലായിരുന്നു എന്നാ. നമുക്ക് മാർക്സിലേക്ക് പോവാം. സജില? 29.5. 29.5 out of 30. ഫിറോസിക്ക? 39. 39 out of 40. And Shabnam? 29.5. 29.5 out of 30. Irfan, the total 98 out of 100. ഇത്രയും മനോഹരമായ പെർഫോമൻസ് നമുക്ക് സമ്മാനിച്ച ഇർഫാനിന് ഒരു സമ്മാനമുണ്ട്. റോസ് ഗാർഡൻ സിൽക്സ് നൽകുന്ന സമ്മാനം. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ട് റുമാൽ സീസൺ 2 പവേർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ ഈ എപ്പിസോഡിലെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡിനെയാണ് ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്.
സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ആരാകാൻ സാധ്യത? ആർക്കെങ്കിലും ഒരു ഗസ് വർക്ക് ഉണ്ടോ? എന്തായാലും നമ്മളല്ല തീരുമാനിക്കേണ്ടത്, ജഡ്ജസ് ആണ് തീരുമാനിക്കേണ്ടത്. അതിന് ഫിറോസിക്ക നമ്മളോടൊപ്പം വന്ന് നിൽക്കുന്നുണ്ട്. ഫിറോസിക്ക, ആരാണ് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്? 3 പേരും നന്നായി പാടി. അസ്നയും ഹാഷിമും ഇർഫാനും. ഞങ്ങൾക്ക് 3 കുട്ടികളും ഒരുപോലെ തന്നെയാണ്. എന്നാലും ഒരു സ്റ്റാറിനെ തിരഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കിട്ടും. പറഞ്ഞേ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. റൈറ്റ്, ഇർഫാനാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്. ഇർഫാന് ലഭിക്കുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന സമ്മാനമാണ്. ഇവിടെ പെൺകുട്ടിയായിട്ട് അസ്ന ഉണ്ടായിരുന്നു, പക്ഷെ അസ്നയ്ക്ക് കിട്ടാത്തതുകൊണ്ട്, കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു പട്ടുപാവട കിട്ടിയാനെ, പ്രിൻസ് പട്ടുപാവയുടെ. അസ്ന, ഇതിനു മുമ്പ് പ്രിൻസ് പട്ടുപാവയുടെ പട്ടുപാവട കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്താണ് നമുക്ക് ഇർഫാൻ കൊടുക്കാം അല്ലേ? ഓൾ റൈറ്റ്, ഇർഫാൻ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്. സവിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി നിരനിരത്തി. അയലത്തെ വീട്ടുകാരും കുടുംബക്കാരും ക്ഷണതട്ടി കളയാതെ വിരുന്നിനെത്തി വിരുന്നിനെത്തി. സവിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി നിരനിരത്തി.